ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ അമ്മു. അപ്പോൾ നമ്മൾ ഇന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്മീൻ കറിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പെരിഞ്ജീരകത്തിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. പെരിഞ്ജീരകം വറുത്തരയ്ക്കുന്ന ഒരു കറിയാണ്. തേങ്ങ അരച്ചിട്ടാണ് നമ്മൾ ഈ മീൻ കറി തയ്യാറാക്കുന്നത്. ഇത് ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും അതുപോലെ 3 സ്റ്റാർ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു നെയ്മീൻ തേങ്ങ അരച്ച കറിയാണ്. വളരെ രുചികരമായിട്ടുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനം എന്ന് പറയുന്നത്, നമ്മൾ നെയ്മീൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ നെയ്മീൻ തന്നെയാണ് വേണ്ടത്. ഏതിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. ചൂരലാണെങ്കിൽ ഇത് വെക്കാം, കുഴപ്പമില്ല. എന്നിരുന്നാലും നെയ്മീൻ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫാറ്റ് ഉണ്ട്, അതിൻ്റെ ഓയിലൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ സ്വാദിഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചത കട്ടിയുള്ള മീൻ, ഒരു കൊഴുപ്പോട് കൂടിയ മീൻ എടുക്കുന്നതാണ് കുറച്ചും കൂടെ രുചി. അപ്പോൾ ഞാൻ നെയ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഉണക്ക തേങ്ങ വേണ്ട, നല്ല പച്ച തേങ്ങ വേണം എടുക്കാനായിട്ട്. മീൻകറിക്ക് തേങ്ങ അരച്ച് വയ്ക്കുമ്പോൾ എപ്പോഴും നല്ലത് പച്ച തേങ്ങയാണ്. ഉണക്ക അരച്ചിരുന്നാൽ കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റ് ഇതുപോലെ പച്ച തേങ്ങ എടുക്കുന്നതാണ്. ഞാനിപ്പോൾ 1 കപ്പോളം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ അളവ് കൂടാൻ പാടില്ല. ഒരുപാട് തേങ്ങ അരച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവ് അനുസരിച്ചിട്ട് വേണം തേങ്ങയുടെ അളവ്. ഒരല്പം ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു അരമുറി മതിയാകും, വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതിയാകും. പിന്നെ കുടംപുളി ഞാൻ ഇതുപോലെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, അത് 1 സ്പൂൺ മതിയാകും. സാധാരണ മുളക് പൊടി 3 സ്പൂണ്. എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കേട്ടോ. ഞാൻ ഒരല്പം എരി കൂടുതലല്ലെന്ന് കുറവുമില്ല, ആ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സാധാരണ മുളക് പൊടി, അധികം എരിവല്ല, അതുകൊണ്ടാണ് 3 സ്പൂൺ എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി 1 സ്പൂണാണ് വേണ്ടത്. ഇതിന് ചെറിയ ഉള്ളി നല്ലതാണ്, പക്ഷെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സവാളയാണ്. ഇതുപോലെ ചെറിയ സവാള, ഇങ്ങനെ ചുവന്ന കട്ടിയുള്ളൊരു സവാള കിട്ടും, അത് കുറച്ചുകൂടെ രുചിയാണ്. അപ്പം ഞാൻ അതിനൊരു പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടൊമാറ്റോ വേണം. പിന്നെ വേണ്ടത് ഫിഷ് മസാല, പിന്നെ ഉലുവ വറുത്തരച്ചത്. ഉലുവ പച്ചക്കിടരുത്, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം പൊടിച്ചതാണിത്. അല്ലെന്നുണ്ടെങ്കിൽ ഉലുവയുടെ പച്ച ചുവ നിൽക്കും, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. മല്ലിപ്പൊടി ഒരു 2.5 സ്പൂൺ വേണം. പെരിഞ്ജീരകം നമ്മളിപ്പോൾ ഞാൻ വറുക്കാതെ എടുത്ത് വെച്ചിരിക്കുന്നത്, വറുത്താണിത് നമ്മൾ ചേർക്കുന്നത്. പിന്നെ താളിക്കാനുള്ള സാധനങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് നോക്കേണ്ടത് വെളുത്തുള്ളി ഒരല്പം കൂടുതൽ വേണം കേട്ടോ. ഞാനിപ്പോൾ ഒരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-10 അല്ലി ഇങ്ങനെ ചെറുതായിട്ടുള്ള വെളുത്തുള്ളി ഇതുപോലെ നീളത്തിന് സ്ലൈസ് ചെയ്തതാണ്. പിന്നെ ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം മതിയാകും, അത് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്. പിന്നെ കറി ഉണക്കമുളക്, നമ്മൾക്ക് താളിക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള നെയ്മീൻ കറി തയ്യാറാക്കാം. പിന്നെ ഇത് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് താളിക്കുന്നത്, അല്ലാതെ നമുക്ക് റീഫൈൻഡ് ഓയിലിൽ ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് തേങ്ങയും അതുപോലെ നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പോളം തേങ്ങയുണ്ട്, അതൊന്നിട്ട് കൊടുക്കാം. അളവനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിഷിൻ്റെതിനെക്കാട്ടി കുറഞ്ഞ് വേണം തേങ്ങപ്പൊടി നിൽക്കാനായിട്ട്. ഇപ്പം 3 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 2.5 സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിൽ തന്നെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഫിഷ് മസാലയാണ്, ഒരു നല്ലൊരു മണവും അതുപോലെ ഒരു ടേസ്റ്റും ഒക്കെ കൊടുക്കും. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോ ഫിഷ് മസാലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. സവാളയിൽ നിന്ന് കൂടി പോകരുത്. ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ചെറിയ ഉള്ളി എടുക്കാം. ഞാനിപ്പോൾ സവാളയിലാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഉലുവപ്പൊടിയാണ്. ഉലുവപ്പൊടി നമുക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഫ്രൈ ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി കൂടരുത്, കയ്പുണ്ടാകും. ഒരു 1/4 ടീസ്പൂൺ മതിയാകും. ഒരു നുള്ളിട്ടാണെങ്കിലും കുഴപ്പമില്ല. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇതും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട്, വെള്ളം കൂടി പോകരുത്, വെള്ളം കുറഞ്ഞു പോകരുത്, അതേ രീതിയിൽ നല്ല പേസ്റ്റാക്കി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് വെള്ളം മതിയാകും. വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. തുറന്ന് നോക്കാം. നന്നായിട്ട് പേസ്റ്റാക്കി തന്നെ അരയ്ക്കാം കേട്ടോ. ഒട്ടും തരി ഇങ്ങനെ കിടക്കാൻ പാടില്ല. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ സാധാരണ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്, അതാണ് കുറച്ചും കൂടെ രുചി. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ പകുതിയാണ് ഇടേണ്ടത് കേട്ടോ. കാരണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 7-8 അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ്. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. ചൂടായ ഓയിലിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ പകുതിയാണ്, അതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരണം. അപ്പോഴത്തേക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഉണ്ടമുളകാണ് കേട്ടോ.
ഇത് ഇടുമ്പോൾ ഒരു പ്രത്യേകതയാണ് കറിക്ക്. കണ്ടിട്ടില്ല, ഇതുപോലത്തെ ചുണ്ടമുളക് നല്ല രുചിയാണ്. ഇപ്പോൾ ഫ്രീസറിൽ ഇരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ മുളകാണ് ഞാൻ എടുത്തത്. നല്ലൊരു മണമാണ്. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതാണ്, അത് ചേർക്കാം. ഇഞ്ചി ഇതുപോലെ സ്കിന്നും കൂടെ ചേർത്തിട്ടാട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഒരുപാട് കിടന്ന് മൂക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മൂത്ത് ഈ പച്ചമുളക് ഇതെല്ലാം കൂടി ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോഴും സൂക്ഷിക്കുക, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഈ ബാക്കിയിരിക്കുന്ന മിക്സിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ആ വെള്ളം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മിക്സിയുടെ ജാറും കൂടെ കഴുകി ഒഴിച്ചു. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അരപ്പ് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നമ്മളിപ്പോൾ അരച്ചതിൻ്റെ ഒരു പച്ചക്കുത്ത് എല്ലാം ഇപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചൂടാകണം കേട്ടോ. ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ മിക്സിയിൽ ഇങ്ങനെ അരച്ച അരപ്പാണല്ലോ ഒഴിച്ചത്. അപ്പോൾ അത് ഓയിൽ കൂടെ ആയതുകൊണ്ടാണ് ഓയിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത്. പക്ഷേ ഇതൊന്ന് തിളയ്ക്കുമ്പോൾ അത് മാറിക്കോളും. ഇത് നന്നായിട്ടൊന്ന് ചൂടായി തിളയ്ക്കണം. അപ്പോൾ ഇതൊന്നൊരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം നന്നായിട്ടൊന്ന് കുറുകി നല്ലൊരു കുറുകിയ ഒരു പരുവത്തിലാകും കേട്ടോ. പിന്നെ ഈ ഓയിൽ ഇങ്ങനെ പൊങ്ങിയെന്ന് നമ്മൾ മിക്സി അരച്ച വെള്ളം ഒഴിച്ചുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. ഇതെൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ഒരു മീൻകറി വെക്കുമ്പോൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പപ്പ ഹെഡ് ഷെഫാണ് 45 വർഷം. അതുപോലെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഹോട്ടൽസും അതുപോലെ കാറ്ററിംഗ് ഒക്കെ ഉള്ളതാണ്. എൻ്റെ പപ്പയ്ക്ക് 5 ബ്രദേഴ്സാണ്. അപ്പോൾ അതിൽ 4 പേരും കൂടി ചേർന്നിട്ടാണ് കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ നിരവധിയായിട്ടുള്ള മീനില്ല മീൻകറി അങ്ങനത്തെയൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഫിഷ് കറിയൊക്കെ നമ്മൾ തയ്യാറാക്കി നോക്കാറുണ്ട്. ഇതെൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരാം. തിളയ്ക്കേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ അരച്ച തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായി, ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി, പിന്നെ അതിൻ്റെ ഒരു പച്ചക്കുത്ത് മണം എല്ലാം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ചെറിയ മീഡിയം സൈസ് തക്കാളി എടുത്തിരിക്കുന്നത് കേട്ടോ. തേങ്ങ അരച്ച മീൻകറിക്ക് എപ്പോഴും തക്കാളി ചേർക്കുന്നത് രുചി കൂടും, നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഈ തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് വേണം നമുക്കിതിലേക്ക് കുടംപുളി ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ കുടംപുളി ഒഴിച്ചിട്ട് തിളപ്പിച്ചിരുന്നാലും മതിയാകും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ അതിൽ പുളി ഇറങ്ങുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് എന്നിട്ട് പുളി ചേർത്ത് തീർച്ചയായിട്ടും നേരത്തെ നിങ്ങൾ വറുത്തതുപോലെ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് എങ്കിലും ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ഫ്രൈ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഈ നമ്മൾ അരച്ച തേങ്ങയുടെയും മസാലയുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് കാണും, അത് കറിക്ക് ടേസ്റ്റ് കുറയും. പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. പുളി ഇപ്പോൾ ഞാൻ കുടംപുളി കുറച്ച് മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മളിതിൽ ചേർക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഉപ്പ് ഇടുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു നല്ല തിള വന്നതിന് ശേഷം വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കറി ഇപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്നുണ്ടായിരുന്നല്ലോ, നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമുക്കിതുപോലെ ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫിഷ് ഇതുപോലെ സ്ക്വയറായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടാണ്, ഒരുപാട് വലിപ്പത്തിലല്ല കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു കഷ്ണത്തിലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് ഈ തവിയും സ്പൂണും ഒന്നും ഉപയോഗിച്ച് ഒരുപാട് ഇട്ട് കിണ്ടി മറിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കറി ഒന്ന് വറ്റണം. ആ സമയമാകുമ്പോൾ വേണം നമുക്കിതിലേക്ക് പെരിഞ്ജീരകമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതൊന്ന് വറുത്ത് പൊടിച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി ഒന്ന് ഒരുപാട് വറ്റി പോകരുത്. കടുക് വറുക്കാനുള്ളതാണ്. കടുക് താളിക്കുന്നതിന് മുമ്പ് ഒരുപാട് വറ്റിയും പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. ഇനി ഇതൊന്ന് ചൂടായി ഒന്ന് തിളച്ച് മീനൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പെരിഞ്ജീരകം പൊടിച്ചെടുക്കാം. നമുക്കിതിലേക്ക് 1 സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ.
1 സ്പൂൺ മതിയാകും, കൂടി പോകരുത്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. പെരുംജീരകത്തിൻ്റെ ഒരു മണം വരണം, അതുവരെ വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യും. അപ്പോൾ തന്നെ മണം വരുന്നുണ്ട്. പിന്നെ ഈ പെരുംജീരകത്തിൻ്റെന്ന് പറഞ്ഞിരുന്നാൽ അതിലൊരു നമ്മൾ ഈ കറിക്ക് പെരുംജീരകം ഇങ്ങനെ കടിക്കുമ്പോൾ തന്നെ അതിലൊരു നല്ലൊരു മധുരമുണ്ട്. ഈ പെരുംജീരകം കഴിച്ചിട്ടുണ്ട്, അത് പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റൂവിലാണെങ്കിലും പിന്നെ ഏത് കറിക്ക്, ചില കറികൾക്കൊക്കെ പെരുംജീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് മണമൊക്കെയാണ്. എനിക്ക് പെരുംജീരകം ചേർക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്, ഒരു സീക്രട്ട് എന്ന് പറയുന്നതും പെരുംജീരകം ചേർത്ത് അരയ്ക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ഇതിങ്ങനെ വറുത്തരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്, നല്ലൊരു മണവും ഒരു രുചിയും കൂടും മീൻ കറിക്ക്. ഇപ്പോഴേ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു മണമാണ്, ഓയിലെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട ഫിഷും അതുപോലെയാണല്ലോ, നെയ്മീനല്ലേ, അപ്പോൾ അതിൻ്റെ നെയ്യെല്ലാം ഇറങ്ങിയിട്ട് നല്ല അടിപൊളി വന്നിട്ടുണ്ട്. പെരുംജീരകം പറയണ്ടല്ലോ, അതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് വളരെ ഡെലീഷ്യസ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇനി അത് പൊടിച്ചത് പെരുംജീരകം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് തൂക്കിക്കൊടുക്കാം. പൊടിച്ചിട്ട് അതുപോലെ ചേർത്താൽ മതി കേട്ടോ, വേറെ ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പെരുംജീരകം കൊണ്ട് നന്നായിട്ട് ചേർത്ത് അതൊന്ന് ഇളക്കി കൊടുക്കുക. സ്പൂണ് കൊണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ അതൊന്ന് ഇളക്കരുത്, ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. കാരണം നമ്മൾ ഫിഷ് ഇട്ട് ഒരുപാട് ഉടഞ്ഞു പോകും. ഞാനാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് വേണ്ട. ഇനി പെരുംജീരകം ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് ഇനി നമുക്ക് കടു താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് പോകാം. വെളിച്ചെണ്ണ തന്നെ താളിക്കാൻ നോക്കുക കേട്ടോ. ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ബാക്കി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ വെളുത്തുള്ളി, അതൊന്ന് ചേർത്ത് കൊടുക്കാവേ. അതൊന്ന് മൂപ്പിച്ച് ചേർക്കുന്നത് നല്ലതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കണം. നമ്മൾ സാധാരണ താളിക്കുന്ന പോലെ ഈ സമയമാകുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഉലുവ അങ്ങനെ മീൻകറിയിൽ ഡയറക്റ്റായിട്ട് ചേർക്കുമ്പോൾ ഉലുവ നമുക്ക് കുറച്ച് കടിക്കാനൊക്കെ കിട്ടും, അത് ഒരു സുഖക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കാത്തത്. അങ്ങനെ ചേർക്കുന്നവരുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ ചേർക്കാറില്ല. കുറച്ചുകൂടി ഉലുവ ഒരു മണവും ടേസ്റ്റും കിട്ടുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഈ കടുക് വറുത്തതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇപ്പോൾ എനിക്കെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചത് ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ തേങ്ങ അരച്ച നെയ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വളരെയധികം സ്വാദിഷ്ടമാണ്. അതുപോലെ ഇതിൻ്റെ ഒരു മണമെന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു മണവും സ്വാദും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. തക്ക സമയത്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ. ഒരുപാട് വ്ളോഗ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത മനോഹരമായൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Thank you for watching. Keep watching Ammu's Kitchen UK.